നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. ഇതിനകത്ത് നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് അറിയാം അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോർമൽ ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഓക്കെ, സാധാരണ ഈ നമ്മൾ കൊമേഴ്സ് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ഇത് ഫിനാൻഷ്യലി സ്ട്രെങ്തൺ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മൊഡ്യൂളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്സാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് 7 ടെക്നിക്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 2 അതിൽ കൂടുതലോ കൊല്ലങ്ങളിലെ ഡാറ്റ തന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും 2 ഇയറിലെ 2 അതിൽ കൂടുതലോ ഇയറിലെ ഡാറ്റ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ അനലൈസ് ചെയ്ത് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ കൺക്ലൂഷൻ എഴുതുകയാണ് ചെയ്യണത്. അതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയാം. ഇതിനെ നമ്മൾ ഹോറിസോണ്ടൽ അനാലിസിസും കൂടി പറയാറുണ്ട്. ഹോറിസോണ്ടൽ അനാലിസിസ്. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും വരും, കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരും. അപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഐറ്റംസ് തന്നെയാണ്. നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ T ഫോമിലാണ് എഴുതാറ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റിയും റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റും ആയിട്ടാണ് നമ്മൾ കാണിക്കാറ്. പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ താഴത്തോട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ഇയറാണ് തന്നിരിക്കുന്നതെങ്കിൽ അതാണ് പ്രീവിയസ് ഇയറും കറണ്ട് ഇയർ എന്ന് പറഞ്ഞ കോളത്തിൽ കാണിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ഡാറ്റയാണ് പ്രീവിയസ് ഇയറിലും കറണ്ട് ഇയറിലും എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് കോളം അബ്സല്യൂട്ട് ചേഞ്ച് ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അബ്സല്യൂട്ട് ചേഞ്ച്, ഇൻക്രീസ് ഓർ ഡിക്രീസ്. അത് കോളം C എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ എന്തോരം കൂടി എന്തോരം കുറഞ്ഞു എന്നറിയാനാണ്. അതായത് 2 ഇയറിൽ ഏത് ഇയറിലാണ് ഈ കഴിഞ്ഞ കൊല്ലത്തേക്കാളും എത്ര കൂടുതൽ ഈ കൊല്ലം ഉണ്ടായി എന്നറിയാൻ, അല്ലെങ്കിൽ കുറവുണ്ടായി എന്നറിയാനാണ് ഈ കോളം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ A എന്ന് ഡിനോട്ട് ചെയ്തു, കറണ്ട് ഇയർ B എന്ന് ഡിനോട്ട് ചെയ്തു, അബ്സല്യൂട്ട് ചേഞ്ച് ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കോളം C എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ B - A എന്നുള്ളതാണ് C എന്ന് പറഞ്ഞ കോളത്തിൽ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ എന്തുമാത്രം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായത്, എന്തുമാത്രം കൂടുതലുണ്ടായി എന്തുമാത്രം കുറവുണ്ടായി എന്നാണ് ഈ കോളം ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് കാണിക്കുക. പേഴ്സൻറ്റേജ് കാണാനായിട്ട് ആ കോളത്തിനെ നമ്മൾ D എന്ന് ഡിനോട്ട് ചെയ്യും. കഴിഞ്ഞ കോളം, അതായത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായത് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ, അതായത് കോളം A ചെയ്താലാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക. അപ്പോൾ പ്രീവിയസ് ഇയറിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഐറ്റത്തിനും പ്രീവിയസ് ഇയർ ബേസ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇതിനകത്ത് സാധാരണ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ്. ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് എഴുതി. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും വരും. അതിനെ ടോട്ടൽ ചെയ്ത് A എന്ന് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് നോൺ കറണ്ട് ലയബിലിറ്റി വരും. അതിന് ലോങ് ടേം ബൊറോയിങ്സും ഉണ്ട്, ലോങ് ടേം പ്രൊവിഷൻസും ഉണ്ട്. അത് ടോട്ടൽ ചെയ്ത് കാണിക്കുക. എന്നിട്ട് B എന്ന് ഡിനോട്ട് ചെയ്യുക. കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ ഷോർട്ട് ടേം ബൊറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതിന് C എന്ന് പറഞ്ഞ് ടോട്ടൽ ചെയ്ത് C എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. ഇനി എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ ലയബിലിറ്റീസ് അതിൻ്റെ ടോട്ടൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഹെഡ് വരുന്നത് അസറ്റ്. നമ്മൾ സാധാരണ T ഫോമിലാണ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നതാണ് അസറ്റിൽ ഫസ്റ്റ് ഹെഡിങ് നോൺ കറണ്ട് അസറ്റാണ്. അതിനകത്ത് ഫിക്സഡ് അസറ്റ് എന്നുള്ള ഹെഡിങ്ങിൽ ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും വരും. നെക്സ്റ്റ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ A എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ദെൻ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഹെഡിങ്ങിൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ കറണ്ട് അസറ്റ്സ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് B എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. Aയും Bയും ടോട്ടൽ ചെയ്യും. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൻ്റെ ടോട്ടൽ കിട്ടും. എപ്പോഴും ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കും.
ഇങ്ങനെയാണ് ഫോർമാറ്റ്. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനായിട്ട് നമുക്കിതിൽ ഇതേപോലെ തന്നെയുള്ളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡും അസറ്റ്സ് എന്ന് പറഞ്ഞ ഹെഡും തന്നിട്ടുണ്ട്. 2 ഇയറിലെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്, 2018 2019. നമുക്ക് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഐറ്റംസ് തന്നിട്ടുണ്ട്. അസറ്റിൽ നോൺ കറണ്ട് അസറ്റ്സും കറണ്ട് അസറ്റ്സും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2018 19 കമ്പയർ ചെയ്ത് നോക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ സൊല്യൂഷനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഓർഡറിൽ എഴുതുക. ഓക്കെ, ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, ദെൻ നോട്ട് നമ്പറിനൊരു കോളം വേണം, അതൊരു ചെറിയ കോളം. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണിക്കാനില്ല. 2018 കോളം, 2019 കോളം. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് ആ ഇൻഫോർമേഷൻ തന്നെ എഴുതാനാണ്. ദെൻ എഴുതേണ്ടത് അബ്സല്യൂട്ട് ചേഞ്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതായത് 2019 എന്തുമാത്രം കൂടുതലാണോ കുറവാണോ ഉണ്ടായത്, എന്താണ് ഐറ്റം, ആ ഐറ്റം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ ഷെയർ ക്യാപിറ്റലാണ് ഫസ്റ്റ് ഐറ്റം. ആ ഫസ്റ്റ് ഐറ്റം 2019 10,80,000 2018 4,75,000 അപ്പോൾ കൂടുതലാണ് ഉണ്ടായത് അല്ലേ. 2019 കൂടുതലാണ് ഉണ്ടായത്. എന്തോരം കൂടുതലുണ്ടായി? 6,05,000. അതായത് 10,80,000 മൈനസ് 4,75,000, ദാറ്റ് ഇസ് 6,05,000. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കോളത്തിൽ നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തത് നമ്മുടെ ഫോർമാറ്റിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? C ഡിവൈഡഡ് ബൈ A അല്ലേ. സി എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ 6,05,000 ഡിവൈഡഡ് ബൈ 4,75,000. അപ്പോൾ നമുക്ക് 127.37 എന്നുള്ള പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അതേപോലെ ഓരോ ഐറ്റമും ചെയ്യാം. ഓക്കെ, നമ്മൾ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ചെയ്ത് കഴിയുമ്പോൾ അത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 2018 2019 മാത്രമേ ടോട്ടൽ ചെയ്യാൻ പാടുള്ളൂ. അബ്സല്യൂട്ട് ചേഞ്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കോളം നമ്മൾ ആ ഫോർമുല വെച്ച് തന്നെ ചെയ്യുക. അതായത് കോളം സി എന്നുള്ളത് ബി മൈനസ് എ ചെയ്യുക, കോളം ഡി എന്നുള്ളത് സി ഡിവൈഡഡ് ബൈ എ തന്നെ ചെയ്യുക. അല്ലാതെ ആ കോളം ടോട്ടൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആൻസറിൽ ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. അതേപോലെ നെക്സ്റ്റ് ഐറ്റം നോൺ കറണ്ട് ലയബിലിറ്റീസ് എടുക്കുക. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫസ്റ്റ് ലോങ് ടേം ബോറോയിങ്സ് മാത്രമേ ഉള്ളൂ. 3,40,000 2018 10 lakh 2019 ഡിഫറൻസ് കാണാനായിട്ട് 10 lakh മൈനസ് 3,40,000 ദാറ്റ് ഇസ് 6,60,000 ആണ് സി എന്ന് പറഞ്ഞതിൻ്റെ ആൻസർ വരിക. ഡി എന്ന് പറഞ്ഞ കോളത്തിൽ 6,60,000 ഡിവൈഡഡ് ബൈ 3,40,000 ചെയ്യുക. അപ്പോൾ 194.12 എന്ന് കിട്ടും. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സി എന്ന് പറഞ്ഞ കോളവും ഡി എന്ന് പറഞ്ഞ കോളവും ടോട്ടൽ ചെയ്യാൻ പാടില്ല. അത് ആ ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഇതേപോലെ തന്നെ അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റിലെ ഫസ്റ്റ് ഐറ്റം ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് 2018 5 lakh 19 12 lakh ആണ്. ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. 12 lakh മൈനസ് 5 lakh ദാറ്റ് ഇസ് 7 lakh. നെക്സ്റ്റ് ഡി എന്ന് പറഞ്ഞ കോളത്തിൽ 7 lakh ഡിവൈഡഡ് ബൈ 5 lakh ചെയ്യുക, 140%. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. സി കോളവും ഡി കോളവും എന്ത് ചെയ്യാൻ പാടില്ല, ടോട്ടൽ ചെയ്യാൻ പാടില്ല, ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഇതേപോലെ അസറ്റ്സും കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഇത് കാണുന്നവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻ്റർപ്രിറ്റേഷൻ റിസർവ്സ് ആൻഡ് സർപ്ലസിനെ കുറിച്ചാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 1,60,000 ആയിരുന്നു 2018. അത് 5 lakh ആയിട്ട് കൂടിയിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയത്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 212.5%. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ആവശ്യത്തിനുള്ള സർപ്ലസ് ആയിട്ടുള്ള റിസർവ്സ് ഉണ്ട്, റിസർവ്സും സർപ്ലസും കൂടുതലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റലും ലോങ് ടേം ബോറോയിങ്സും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് 127%, 194% ആയിട്ട്. അതേപോലെ നോൺ കറണ്ട് അസറ്റും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഗുഡ് ആണെന്നുള്ളത് അല്ലേ. അതായത് കറണ്ട് ലയബിലിറ്റി കുറവാണ്, കറണ്ട് അസറ്റും ക്യാപിറ്റലും ലോങ് ടേം ബോറോയിങ്സും റിസർവ്സ് ആൻഡ് സർപ്ലസും ഒക്കെ കൂടുതലാണ്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഗുഡ് ആണെന്നുള്ള കൺക്ലൂഷനിൽ ഇൻ്റർപ്രിറ്റേഷനിൽ നമ്മൾ എത്തുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.